മച്ചാമാരെ കേട്ടോ ഹീറോ എക്സ്പൾസ് 210 നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ലിക്വിഡ് കൂളിനാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് TFT ഡിസ്പ്ലേ ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷവും പിന്നെ ഷോറൂമിൽ പോയിട്ടും വിശദമായിട്ടുള്ള ഈ ഒരു ചീറ്റക്കുട്ടൻ്റെ കാര്യങ്ങൾ അറിയാം കേട്ടോ. എന്തായാലും ടോട്ടലി വേറെ ലെവല് ഇവൻ ചീറ്റക്കുട്ടൻ തന്നെയാണ് കേട്ടോ. മച്ചവരെന്തായാലും ഇവൻ നമ്മുടെ നിരത്തിൽ മാത്രമല്ല കേട്ടോ, ഓഫ് റോഡും കീഴടക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഏകദേശം നമ്മുടെ ചീറ്റക്കുട്ടനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, ചാവി ഓണാക്കി. ഐ പൊളി പൊളി പൊളി. എങ്ങനെയുണ്ട്, തകർത്തില്ലേ? ആ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ള ഹീറോ എക്സ്പൾസ് എന്നുള്ള ഒരു ബ്രാൻഡിങ് നെയിമും കാര്യങ്ങളൊക്കെ. പിന്നെ ടോട്ടലി സ്വിച്ചുകളായിക്കോട്ടെ എല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തായാലും ഇവനിലിരിക്കുമ്പോൾ നല്ല കംഫർട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം കണ്ടോ, കാല് എനിക്ക് കറക്റ്റ് കുത്തി വെക്കാൻ പറ്റുന്നുണ്ട്. സുഖമായിട്ട് സിമ്പിളായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. എന്തായാലും ഹീറോ എക്സ്പൾസ് നമുക്ക് 210 ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യട്ടെ, ബാക്കി വിശേഷങ്ങൾ അപ്പോൾ പറയാം. പോരെ, ലെറ്റ്സ് ഗോ. പക്ഷെ അത്യാവശ്യം നല്ല പവർ തന്നെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഓഹോ, ഇവന്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവനെ നേരെ ടെസ്റ്റ് ഡ്രൈവ് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. പിന്നെ ഒരു 80 ഒക്കെ കടക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഫുഡ് റെസ്റ്റിൻ്റെ അവിടേക്ക് ഉണ്ട് കേട്ടോ. കാരണം 210 cc അല്ലേ, അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. ഞാനൊരു ഹൈറ്റ് 5.6 അടുത്താണ് ഹൈറ്റ്. എനിക്ക് ഈ ഒരു വാഹനം കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വാഹനം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. കണ്ടോ, എനിക്ക് എന്താ പറയുക, കറക്റ്റ് വാഹനം ഇരിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, സിമ്പിളാണ് കേട്ടോ, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പൾസ് റാലിയിൽ നമ്മുടെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ കാല് കുറ്റി കുത്താൻ പെടുന്ന പാട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ വരുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് കാല് കണ്ടോ കുട്ടി നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു വാഹനം ഓഫ് റോഡോ എങ്ങനെ പോയാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് എനിക്കാ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും TFT ഡിസ്പ്ലേയും എല്ലാം മാറ്റം വരുത്തിയവർ വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി പിന്നെ പവർ നോക്കിയാലോ, ഓടിച്ചിട്ട് മതിയാവണില്ലാതെ, അതാണ് മെയിൻ കേസ്. നമുക്ക് ചില വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് മതിയാവില്ല അല്ലേ. അപ്പം അതുപോലെ എനിക്ക് ഇവനെ ഓടിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. അതുപോലെ എടുത്ത് പറയേണ്ടതാണ് ഇവൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കേട്ടോ. ഒരു രക്ഷയില്ല, പിടിച്ചു കൊടുത്തെന്ന് പറയില്ലേ, അതാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഷോക്കപ്സിൻ്റെ വർക്കിംഗ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, നമുക്ക് ഏത് കുന്നും മലയും സുഖമായിട്ട് കയറാൻ പറ്റും. നമുക്ക് അതിൻ്റെ ആ ഒരു അടി നമ്മുടെ ശരീരത്തിൽ കേൾക്കില്ല കേട്ടോ, അത് ഗ്യാരണ്ടി. മച്ചവരപ്പം നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു കേട്ടോ. അബു, എന്താണ് എക്സ്പൾസ് 210 പുതിയ വാഹനം ഓടിച്ചിട്ട് അബുവിന് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ടോട്ടലി വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ ഹീറോ. ബിഗ് സല്യൂട്ടാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമ്മുടെ റോഡ് പ്രസൻസ് ആയിക്കോട്ടെ, ഇനി ഓഫ് റോഡ് പ്രസൻസ് ആയിക്കോട്ടെ, രണ്ടും ഇവൻ ഒരുപോലെ കീഴടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. നമ്മൾ പഴയ ഒരു എക്സ്പൾസിനെ കമ്പയർ ചെയ്ത് ഇവനിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സാധാരണക്കാർക്ക്, അതായത് ഹൈറ്റൊക്കെ കുറഞ്ഞ ആൾക്കാർക്കും സുഖമായിട്ട് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാമെന്ന് തെളിയിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ ഹീറോയും പിന്നെ നമ്മളും കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഹൈറ്റ് പറഞ്ഞല്ലോ, 5.6 ഒക്കെയാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. എനിക്ക് സുഖമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും, ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഒരു കോൺഫിഡൻറ്റ്. എനിക്ക് പഴയ എക്സ്പൾസ് ഉണ്ടായിരുന്നതാണ്. എനിക്ക് കാല് കുത്താൻ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിലും നന്നായിട്ട് എനിക്ക് ഇവനിൽ കയറിയിരുന്ന കാല് കുത്താനൊക്കെ പറ്റുന്നുണ്ട്. ഇനി ഓഫ് റോഡല്ല, ഏതും മലയും കീഴടക്കാന്നുള്ള ഒരു കോൺഫിഡൻ്റ് ഒക്കെ വന്നു കേട്ടോ. ഇന്ന് നമുക്ക് ഹീറോ എക്സ്പൾസ് 210 റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് ആലുവയിലുള്ള ഹീറോ മെഗാ മോട്ടോഴ്സ് ആണ് കേട്ടോ. ബാക്കി ഇവന്റെ വിശേഷങ്ങൾ നമുക്ക് ഷോറൂമിന്റെ ഉള്ളിൽ പോയിട്ട് അറിയാം. പോരെ, ഗംഭീര ഷോറൂം കേട്ടോ.
ആലുവ മെഗാ പ്രീമിയം ഷോറൂമിൽ എത്തിക്കാൻ കേട്ടോ. ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷിനു അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഒരു ചീറ്റക്കുട്ടന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ടാ. ഷിനു അച്ഛൻ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓക്കെ ഷിനു അച്ഛൻ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഴയ എക്സ്പൾസിൽ നിന്ന് പുതിയ ഈ ഒരു 210cc ചീറ്റപ്പുലിയിലേക്ക് വരുമ്പോ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഹീറോ എന്ന ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത്? ചേഞ്ചസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫുൾ ചേഞ്ചസ് തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത് എഞ്ചിൻ സൈഡാണ്. എഞ്ചിൻ സൈഡ് നമ്മൾ 210cc കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചാസി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ ടാങ്ക് സൈഡ്, അതേപോലെ തന്നെ സീറ്റ് സൈഡ്, പിന്നെ നമ്മുടെ ഷോക്ക്, സെൻട്രൽ ഷോക്ക് വരുമ്പോൾ ലിങ്കേജ് ഷോക്കിലേക്ക് ചേഞ്ച് ആയി. പിന്നെ നമുക്ക് നമ്മുടെ പഴയ 210 കിട്ടാത്ത ഡ്യുവൽ ചാനൽ ABS കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ TFT ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മൊത്തത്തിൽ പറയാൻ കംപ്ലീറ്റ് മാറി. എന്തായാലും അവന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ? അതിനെന്താ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൂറിങ്ങിന് വേണ്ടിയിട്ട് ലോങ് വൈസറാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് കാറ്റഗറി D ബൾബാണ്. അതായത് നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം കൂടുതൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ പറ്റിയ ഗ്രാബ് റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫെൻഡർ കുറച്ചുകൂടി ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഫെൻഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വീൽ ബേസ് വരുന്നത് നമ്മുടെ പഴയ എക്സ്പൾസിന്റെ സെയിം വീൽ സൈസ് തന്നെ, 21 ഇഞ്ച് വീൽ സൈസ് തന്നെയാണ് വരുന്നത്. മാറ്റൊന്നും വന്നിട്ടില്ല? ഇല്ല, സെയിം തന്നെ വരുന്നത്. പിന്നെ ടാങ്ക് വരുമ്പോൾ കുറച്ചുകൂടി മസ്കുലർ ടാങ്ക് ആണ് വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് നോർമൽ എക്സ്പൾസിന് ഇല്ലാത്ത ഒരു സൈഡ് കൗൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ചെയ്യുന്ന അബുബ്രോ നമ്മുടെ എഞ്ചിനാണ്. എഞ്ചിൻ വരുന്നത് 210cc 25 bhp 20 ടോർക്ക് വരുന്ന അത്യാവശ്യം മാസീവ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഡ്യുവൽ ഓവർഹെഡ് ക്യാം എഞ്ചിനാണ് വരുന്നത് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. 13.5 വരും ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് നമുക്കൊരു 40 to 45 റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. വണ്ടി ടെസ്റ്റ് കാര്യമെല്ലാം ചെയ്തിരുന്നില്ല? തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പെർഫോമൻസ് ആണ്. അതാണ് നമ്മുടെ മെയിൻ ഫാക്ടർ ചേഞ്ച് വന്നിരിക്കുന്നതാണ് സെൻട്രൽ ഷോക്കിലാണ്. നമുക്ക് അത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിങ്കേജ് സസ്പെൻഷനിലേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എത്ര ഒരു ഓഫ് റോഡ് ചാടിയാലും നമുക്കത് അറിയില്ല അനക്കം കിട്ടില്ല അല്ലേ? ഇല്ല. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു വരേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് ആണ്. കാരണം എല്ലാവരും ടെസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോട്ടീസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എക്സോസ്റ്റ് നോട്ടിന്റെ സൗണ്ട്. പൊട്ടിച്ചാലോ ജോർജ് ചേട്ടാ സാധനം നമുക്ക് എന്താ പറയാ, മൂച്ച് കയറില്ലേ പൊട്ടിക്കുമ്പോ ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അപൂർവ നമുക്ക് ബാക്കിലും സെയിം ഡിസ്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ എക്സ്പൾസിന്റെ സെയിം വീൽ ബേസ് കാര്യമല്ല വരുന്നത്. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് ബാക്കിലും കൂടി ABS വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആയിരിക്കും വരുന്നത്. വൈഡായിട്ടുള്ള ഗ്രാബ് റെയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ലഗേജ് റാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു ടൂറിംഗ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യാൻ കംപ്ലീറ്റ് ഈസി ആയിട്ട് ടൂർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. റെഡിയാക്കി പിന്നെ അതേപോലെ ഫ്ലെക്സിബിൾ ആണ് വരുന്നത്. സൈഡ് പ്രൊഫൈലൊക്കെ ഈ ഒരു ബേസിലാണ് തന്നെ വരുന്നത്. പിന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്ലിപ്പർ ക്ലച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസി ടു യൂസിങ് ആയിരിക്കും വരുന്നത്. TFT ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഏറ്റവും വലിയ മാറ്റം തന്നെയാണ്. അതന്നെ നമ്മളെ എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര ഇഞ്ച് ആണ് വന്നിട്ടുള്ളത്? 5.5 വരും. അതിന്റെ ഒരു ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ടാവും നമുക്ക്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ കൊണ്ടുവന്നുള്ള മാറ്റങ്ങൾ? ക്ലസ്റ്ററിൽ നമുക്ക് ടാക്കോമീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്യൂൽ ഗേജ്, പിന്നെ അതുപോലെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലിക്വിഡ് കൂൾഡ് ആണുള്ളത്, അതിന്റെ ടെമ്പറേച്ചർ ഗേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രൽ ഇൻഡിക്കേഷൻ. പിന്നെ നമുക്ക് മോഡ് സ്വിച്ച് ചെയ്യണം. നമ്മുടെ ABS മോഡ് സ്വിച്ച് ചെയ്യണം. എല്ലാ ഓപ്ഷൻസും അതിനകത്ത് അറിയാൻ പറ്റും. നമുക്ക് 3 മോഡ്സ് ആണ് വരുന്നത്. ആ സ്വിച്ചസിലാണ് വരുന്നത്. ഈസിയാണ്. ഭയങ്കര എക്കണോമിക്സ് അത്യാവശ്യം നന്നായി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. അപ്പൊ നമുക്ക് ഓടിച്ച എല്ലാവരും റിവ്യൂ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എല്ലാവരും പറയുന്നത്. ഓഫ് കോഴ്സ് ചെയ്തുതരാം, കുഴപ്പമില്ല. നമുക്ക് ചെറിയൊരു ട്രാക്ക് ഉണ്ടോ അങ്ങനെ നോക്കാം. ഓക്കെ, ശരി. നമുക്ക് 2 വേരിയൻസ് ഉള്ളൂ. ടോപ്പ് മോഡല്, ബേസ് വേരിയന്റ്. അതിനകത്ത് ടോപ്പ് മോഡൽ വരുമ്പോൾ 2 കളേഴ്സ് ആയിരിക്കും. ഈ ഗ്രേയും റെഡും വരും, അതേപോലെ ബ്ലൂവും വൈറ്റും വരും. ബേസ് വേരിയന്റില് ഫുൾ വൈറ്റും അതേപോലെ തന്നെ വൈറ്റും റെഡ്, അങ്ങനെ 2 വേരിയൻസ് വരും. എല്ലാത്തിലും വരുന്നുണ്ട്. ടോപ്പ് മോഡൽ ഇല്ല, ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്നത്. ടോപ്പ് മോഡൽ കേട്ടോ. ബേസ് വേരിയൽ ഉണ്ടാവില്ല, ടോപ്പ് മോഡലാണ് വരുന്നത്. ചേഞ്ചസ് ഉണ്ട്. ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡ് ഗാർഡ് ഉണ്ടാവില്ല. വൈസർ വരുമ്പോൾ ചെറിയ ഷോർട്ട് വൈസർ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് നമുക്ക് ബേസ് വേരിയലിലേക്ക് വരും. പിന്നെ സിംഗിൾ ചാനൽ ABS ആയിരിക്കും വരുന്നത്. പിന്നെ TFT ആയിരിക്കില്ല, നമുക്ക് ഇൻവെർട്ടർ LCD ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. നമുക്ക് പ്രൈസ് വരുന്നത് ടോപ്പ് മോഡലിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1.85 ആണ്. അതേപോലെ ബേസ് മോഡൽ എക്സ്ഷോറൂം വരുന്നത് 1.75 ആണ് വരുന്നത്.
ഈ ഒരു പ്രൈസ് ആണ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. ഷോറൂം പ്രൈസ് എത്ര വരും? അപ്പോ ഏകദേശം നമുക്കൊരു 220, 230 ആ ഒരു 225, 29 റേഞ്ച് ഒരു പ്രൈസിലേക്ക് അല്ലേ? അപ്പൊ ഈ ഒരു ചീറ്റക്കുട്ടന്റെ വിശേഷങ്ങൾ ഇത്ര വരണേ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയില് ആലുവ മെഗാ പ്രീമിയം ഷോറൂമിലെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിക്കാം കേട്ടോ. നമ്മുടെ ഷിനുമച്ചാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഷിനുമച്ചാൻ സെറ്റ് ആക്കി തരും ഇല്ലേ ഷിനുമച്ചാനെ? നിങ്ങളൊന്ന് വിളിക്കുക, വരാം, അത്ര വേണ്ടോ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ചീറ്റക്കുട്ടന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ മച്ചാന് ഒരുപാട് താങ്ക് യു ട്ടാ. ഓക്കെ മച്ചാനെ, അപ്പൊ അടുത്ത വീഡിയോ നമ്മുടെ ഓഫ് റോഡ് ഇവനെ വെച്ചിട്ട് ഒരു ഓഫ് റോഡ് ഉറപ്പല്ലേ? നമ്മൾ പൊളിക്കും, ചെയ്യാം. ഓക്കെ ബൈ. മച്ചേറപ്പ് ഇന്നത്തെ വിശേഷം നമ്മുടെ ന്യൂ എക്സ്പൾസ് 210 വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.